സി കൃഷ്ണകുമാർ കൂടി നമുക്കൊപ്പമുണ്ട്. ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ, ബി.ജെ.പി. വൈസ് പ്രസിഡന്റ്. പാലക്കാടാണ് നിങ്ങൾ വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയർത്തുന്നത്. ഇപ്പോൾ രാഹുലിനെതിരെ വരുന്ന പുതിയ തെളിവുകൾ അത് 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. പരാതിക്കാരില്ലെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ നിയമക്കുരുക്കായി ഇത് മാറുമോ? നിങ്ങൾ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും? തീർച്ചയായിട്ടും ഇത് താൻ കുറ്റം ചെയ്തു എന്നുള്ളത് രാഹുലിന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10-14 ദിവസമായിട്ട് മാധ്യമങ്ങളെ കാണാതെയും അതുപോലെ തന്നെ ജനങ്ങളെ, സ്വന്തം നിയോജക മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ അഭിമുഖീകരിക്കാതെ വീട്ടിനകത്ത് അടച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവർ എന്തിനു ഭയക്കണം? അദ്ദേഹത്തിന് തന്റെ നിയോജക മണ്ഡലത്തിൽ വരാമല്ലോ. അദ്ദേഹം ഇതുവരെ തന്റെ നിയോജക മണ്ഡലത്തിൽ വന്നതോ? KPCCയുടെ നേതാക്കന്മാർ അവര് ഇന്ന് നിലപാട് മാറ്റുക. കാരണം അവർക്ക് പലതും ഒളിക്കാനുണ്ട്. അവരെ സംബന്ധിച്ചോളം രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെയും ബ്ലാക്ക് മെയിലിങ്ങിന് അവർ വിധേയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് KPCCയുടെ നേതാക്കന്മാർ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് KPCCയുടെ നേതാക്കൾക്ക് ബോധ്യമുണ്ട്. അവർക്ക് ഇതിനു മുമ്പ് നിരവധി പരാതികൾ ലഭിച്ചാണല്ലോ. അവരെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അവർക്ക് പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോ മാധ്യമ പ്രവർത്തക വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നിരിക്കുന്നു. ഇരയെ നേരിട്ട് കണ്ടിരിക്കുന്നു. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ ദയനീയാവസ്ഥയെ സംബന്ധിച്ച് അവർ വളരെ വിശദമായിട്ട് ഫേസ്ബുക്ക് കുറിപ്പിടുന്നു. അതിനു പുറമെ അവരുടെ നേരിട്ട് അവര് മാധ്യമങ്ങളോട്, ജനങ്ങളോട് ചാനൽ വഴിക്ക് സംസാരിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. KPCC നേതാക്കന്മാർ എത്ര വെള്ളപൂശാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ശ്രമിച്ചാലും രാഹുൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് കുറ്റവാളിയായിട്ട് തന്നെ നിലനിൽക്കുക. അദ്ദേഹത്തിന് തെറ്റില്ലെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനും അതുപോലെ തന്നെ മാധ്യമങ്ങളെ കാണാനും തയ്യാറാവണം. എന്തുകൊണ്ട് വരുന്നില്ല? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യത്തിൽ തെറ്റുകാരനല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അർഹതയില്ല. അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കപ്പെടട്ടെ. അതുവരെ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവട്ടെ. അദ്ദേഹത്തിന് വീണ്ടും തെരഞ്ഞെടുപ്പിന് നേരിട്ട് MLA ആവാമല്ലോ. ഈ രാജ്യത്തിന്റെ മുന്നിൽ നിരവധി സംഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റാരോപിതരായുള്ള ആളുകൾ രാജിവെച്ച ചരിത്രമുണ്ട്. അഴിമതി ആരോപണങ്ങള് ആരോപിക്കപ്പെട്ട ആളുകൾ രാജിവെച്ച ചരിത്രമുണ്ട്. സി കൃഷ്ണകുമാർ, നിയമസഭയിൽ ഒരുപക്ഷെ എത്തിയാൽ സംരക്ഷണമൊരുക്കാൻ കോൺഗ്രസ് തയ്യാറായേക്കുമെന്ന സൂചന നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. സാങ്കേതികമായി രാഹുലിന് പങ്കെടുക്കാൻ തടസ്സമില്ല. പക്ഷേ പാലക്കാടേക്ക് വന്നാൽ, സ്വന്തം മണ്ഡലത്തിലേക്ക് വന്നാൽ കോൺഗ്രസ് ഇത്തരമൊരു സംരക്ഷണം ഒരുക്കിയാൽ നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്താൻ രംഗത്തുണ്ടാകുമോ? നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നീക്കം അക്കാര്യത്തിൽ എന്താവും? ഞാൻ ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയല്ലേ. കോൺഗ്രസ് നടപടിയെടുത്തു, ഞങ്ങൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ കോൺഗ്രസ് താങ്കളുടെ പാർട്ടി മെമ്പർ അല്ലാത്ത, താങ്കളുടെ യാതൊരു പ്രൈമറി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആൾക്ക് എന്തിനു വേണ്ടി സംരക്ഷണം ഒരുക്കണം? ഇതല്ലേ കോൺഗ്രസിന്റെ തട്ടിപ്പ്? KPCCയുടെ തട്ടിപ്പ് ഇതല്ലേ? കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കണോ? പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ നിയമസഭയ്ക്ക് അകത്ത് ഞങ്ങൾ സംരക്ഷിക്കും, നിയമസഭയ്ക്ക് പുറത്ത് ഞങ്ങൾ സംരക്ഷിക്കും. കോൺഗ്രസ് ഇനി എത്ര വലിയ പരിചയ തീർത്താലും പാലക്കാടിന്റെ മണ്ണിൽ MLA എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വഹിച്ചുകൊണ്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. അതിൽ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഞങ്ങളുടെ മുഴുവൻ സംഘടനാ ശക്തി ഉപയോഗിക്കും. കോൺഗ്രസ് KPCCക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും തടുക്കാമെങ്കിൽ, രാഹുലിനെ സംരക്ഷണം ഒരുക്കാമെങ്കിൽ ഒരുക്കിക്കോട്ടെ. ഞങ്ങൾ അത് നേരിടാൻ തയ്യാറാണ്. ശരി, വളരെ നന്ദി സി കൃഷ്ണകുമാർ. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഉണ്ടാകുന്ന പുതിയ ഗ്രൂപ്പ് ചേരിയിൽ ഷാഫി പറമ്പിലും VD സതീശനും തമ്മിലുള്ള അകൽച്ച അത് പ്രകടമാണ്. അങ്ങനെയെങ്കിൽ പഴയ ഗ്രൂപ്പ് അത് ഷാഫിക്കൊപ്പമുണ്ട്. അവിടെ KC ജോസഫ് ഉണ്ട്, MM ഹസനുണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ഇവരൊക്കെ ചേർന്ന് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു. അതിൻ്റെ ഒരു ടോൺ പൊതുവിൽ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം നിലപാടെടുത്തവർക്കൊക്കെ ഈ പുറത്തു വരുന്ന തെളിവുകൾ പ്രതിസന്ധിയാവില്ലേ? അവരത്തരം പരസ്യ നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ടോ ഇനി? അതായത് അവർ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക, സമാനമായ ആരോപണങ്ങൾ ഉയർന്ന ഇടത് നിയമസഭാംഗങ്ങൾ അടക്കം സഭയിൽ ഉള്ളപ്പോൾ, അവർ സഭയിൽ വരുമ്പോൾ പിന്നെ എന്തിന് രാഹുലിന് മാത്രം മറ്റൊരു നീതി, രാഹുലിനോട് മാത്രം എന്തിന് മറ്റൊരു വേട്ടയാടൽ ശ്രമം എന്ന ഒരു രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കാനുള്ള ശ്രമമായിരിക്കും നേതാക്കളുടെ ഭാഗത്തുനിന്ന്
ഉണ്ടാവുക. പക്ഷെ അതിന് കൃത്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഴുവൻ നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളടക്കം അവരെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന സമീപനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയൊരു ഗൌരവമേറിയ സ്റ്റാൻഡ് എടുക്കുന്നതിന് കാരണം ഇപ്പോൾ ഈ പുറത്തുവരുന്ന പരാതികൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരസ്യ പ്രതികരണങ്ങളിലൂടെ തന്നെ വ്യക്തമായതാണ്. അത് കുറച്ചുകൂടി ശരിവെക്കുന്ന തരത്തിലേക്ക് ആ നിയമ സംവിധാനങ്ങൾ കൂടി അന്വേഷണ സംഘം കൂടി ആ കണ്ടെത്തലുകളിലേക്ക് എത്തുന്നു എന്നതാണ് നിലവിലെ വസ്തുത. പത്മജ വേണുഗോപാൽ BJP നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി പത്മജ വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ചിലരെങ്കിലും പരസ്യമായി തയ്യാറാവുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ തെളിവുകൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പുറത്തുവരുന്നത്. 2 കുട്ടികൾ ഗർഭചിത്രത്തിന് വിധേയരായി, അതിന് സമ്മർദ്ദമുണ്ടായി എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച രേഖകളൊക്കെ ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുമുണ്ട്. കൂടുതൽ കുരുക്കാണ്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരുന്നു, അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും. കാരണം ഇതെല്ലാം സത്യമാണെന്നാണ് ഞാനും അറിഞ്ഞത് പലരിൽ നിന്നും. ഞാൻ ആ പെൺകുട്ടികളുടെ പേരൊന്നും ഞാൻ പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത, അവർക്ക് ഒരു സ്വകാര്യത, പെൺകുട്ടിയല്ലേ. കാരണം ഇപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ ആരും കാണില്ല. അപ്പൊ ആ കുട്ടി തുറന്നു പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ധൃതി? അതായത് എന്താ പറയണ്ട, നല്ലൊരു പ്രസിഡന്റ് ആയിരുന്ന സുധാകരനെ പുറത്താക്കാൻ ഇവര് കാണിച്ച ആവേശം, ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ്? എനിക്ക് അടൂർ പ്രകാശൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. ചിലപ്പോ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവരെ എല്ലാവരെ പറ്റിയിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ വളർന്നു വന്നവനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ടാണോ ഭയങ്കര രാഹുലിനെ സത്യം പറഞ്ഞാൽ കോൺഗ്രസിൽ പലരും പേടിക്കുന്നുണ്ട്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രേ സംഭവിക്കുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ കോൺഗ്രസ്സുകാർ കിടന്ന് തലതല്ലി ചാവണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സത്യത്തിന്റെ വഴിക്ക്, അന്വേഷണത്തിന്റെ വഴിക്കൊക്കെ നടക്കട്ടെ. എന്നിട്ട് ഇല്ലെങ്കിൽ പോരെ ഈ വലിയ സംരക്ഷണം. ഇപ്പോഴേ അതായത് ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം മോശം പറയുന്നവര്, ഈ ഇങ്ങനെ കുറ്റവാളിയായിട്ടില്ലായാലും മാത്രം നല്ലത്. എനിക്ക് നാണക്കേട് തോന്നുക ഇങ്ങനെ ഒരാളെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാണുമ്പോ. ആ പാർട്ടിനെ കുറിച്ച് ഇപ്പൊ സത്യം പറഞ്ഞ പുച്ഛ തോന്നണം എനിക്ക്. ഇത്രയും കാലം എനിക്ക് പുച്ഛ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ നടക്കേണ്ടതും പണ്ടേ എനിക്ക് അറിയാം ഈ പാർട്ടിയില്. പക്ഷെ അതൊന്നും പുറത്തു വരാത്തത്തോളം കാലം രഹസ്യമായിട്ട് തന്നെ നിന്നിരുന്നു. പക്ഷെ ഇത് പരസ്യമായി ഇത്രയും സ്ത്രീകളും കുട്ടികളും അവരുടെ സൗണ്ട് എല്ലാം വന്നിട്ടും ഇനി മനുഷ്യനെ എന്തിനാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതാണ് ഉത്തരാണ് ആദ്യം ഞങ്ങൾക്കൊക്കെ അറിയേണ്ടത്. അതിന്റെ പിന്നിലെ രഹസ്യം എന്താ? ഈ രാഹുലിനെ എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ ഭയപ്പെടുന്നതിന്റെ കാരണം? രാഹുൽ നമുക്കറിയാം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇത് മാത്രമല്ല ഈ സമീപ നാളുകളിൽ MLA ആയ ഒരു വ്യക്തിയാണ്. ഇത്തരം ഒരു വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്വാധീനമുണ്ടാവുന്നതിന് കാരണം? പിന്നിൽ ആരെങ്കിലും ഉണ്ടായിട്ട് കൊണ്ടാണോ, അതല്ലെങ്കിൽ രാഹുൽ എന്ത് തെളിവാണ് അവർക്കെതിരെ ശേഖരിച്ചിരിക്കുന്നത്? എന്താണ് രാഹുലിനെ ഇവർ ഭയപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇവരുടെ കയ്യിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര മാത്രം അങ്ങോട്ട് കിടന്നിട്ട് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങള് വെഡ്ഡികളൊന്നുമല്ല. ഇവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്താലും ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഉള്ളത് കേരളത്തിലെ ജനങ്ങളല്ലേ. അവരത്ര വിഡ്ഢികളൊന്നുമല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പ്രൊട്ടക്ട് ചെയ്യാൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് എന്റെയും ചോദ്യം. അതിന് ഉത്തരം ഞാൻ എന്താ ഇപ്പൊ പറയാത്തതെന്ന് വെച്ചാല്, പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ മാതിരി ഞാനൊരു വനിതയായതുകൊണ്ട് എന്റെ പ്രായം ഒന്നും നോക്കില്ല, എന്നെ അത്രയും മോശമാക്കും. അങ്ങനത്തെ സോഷ്യൽ മീഡിയ വൃത്തികെട്ട ഒരു ഗ്രൂപ്പാണ് അവരുടെ കയ്യിലുള്ളത്. എന്തും പറയും, എന്തും ചെയ്യും. സ്വന്തം അമ്മേനെയും പെങ്ങളെയും പറഞ്ഞാൽ മാത്രമേ അവർക്ക് വേദന എടുക്കുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാണ്ട് ശരിക്കുള്ള കോൺഗ്രസ്സുകാർ ഇതിന്റെ പിന്നിലുണ്ട്. നല്ല കോൺഗ്രസ്സുകാരുണ്ട് ഇപ്പോഴും, പഴയ കോൺഗ്രസ്സുകാര്. അവർക്കൊക്കെ എത്ര വേദന ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലരും ഞാനുമായിട്ട് പല കാര്യങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോഴും. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. അവരൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് കഷ്ടം തോന്നും, ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ പാർട്ടി എന്നുള്ളത്.
നമ്മൾ പലപ്പോഴും ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ വെട്ടുകളി കൂട്ടം എന്നൊക്കെ വിളിക്കുന്നത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇത്തരമൊരു സംഘം വ്യാപകമായി ഉണ്ട് എന്നത് വ്യക്തമാക്കപ്പെടുക കൂടിയല്ലേ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് ഈ ആക്ഷേപം ഉള്ളപ്പോഴും അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലൊരു ബോധപൂർവമായ സംഘം ഉണ്ട്, അങ്ങനെ കരുതുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പൊ തുടങ്ങിയിട്ട് ശരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. ഈ പുതിയ ഇവരുടെ കയ്യില് മറ്റേ അധികാരം വന്നപ്പോഴാണ് എല്ലാം ചെറുപ്പക്കാർ മതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ചെറുപ്പക്കാരും കോൺഗ്രസ് പിടിച്ചു നിർത്തിയിട്ട് എത്ര സീറ്റ് ജയിക്കാൻ പറ്റി? അപ്പൊ ഇതില് പഴയ കോൺഗ്രസ്സുകാരും എന്താ നല്ലവരായിട്ടുള്ള അവരൊക്കെ മാറ്റി നിർത്തി ഇവർക്ക് സ്തുതി പാടുന്ന കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തുക. അതാണ് ചെറുപ്പക്കാരെ നിർത്തല്. അല്ലാണ്ട് ചെറുപ്പക്കാരോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. ഒരാളെ എന്നെക്കാളും വെട്ടി മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ആദ്യം അവന്റെ ചിറക് വെട്ടവരായിരിക്കും, അറിയോ? അതിനെന്ത് വൃത്തിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്